നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാർക്കറ്റിൽ വളരെ ബെയറിഷ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബിറ്റ് കോയിൻ നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുണ്ട്, ഓൾട്ട് കോയിൻസ് അതിനേക്കാൾ നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുണ്ട്. അങ്ങനെ വളരെ ശോകമായിട്ടുള്ള കാര്യങ്ങളാണ് മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് രീതിയിലാണ് ഈ ഒരു മാസം ബിറ്റ് കോയിൻ പെർഫോം ചെയ്യാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മാസം ഏതൊരു പ്രൈസ് ലെവൽ വരെ നമുക്ക് ബിറ്റ് കോയിൻ ഇറങ്ങി വരുമെന്ന് പ്രതീക്ഷിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ടൊന്നും എടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. അധികം സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. ഓക്കെ, അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബിറ്റ് കോയിൻ്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള USDT പെയറിലുള്ള ബൈനാൻസിലെ ഒരു ചാർട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് ലെവൽസ് കാണാനായിട്ട് പറ്റും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള അതേ ലെവൽസൊക്കെ തന്നെയാണ്. 47K എന്ന് പറയുന്ന നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 42K എന്ന് പറയുന്ന ഒരു ലെവൽ നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു 35K എന്ന് പറയുന്ന ഒരു പ്രൈസിലാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകൾ കണ്ടിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ അറിയാനായിട്ട് സാധിക്കും. കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ലോവർ ലോയിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് പുതിയ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പോഴത്തെ പ്രൈസ് നിൽക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് കൃത്യമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഒരു ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ദെൻ വീണ്ടും ഒരു ലോവർ ലോ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു തൊട്ട് മുൻപത്തെ ആ ഒരു ലോവർ ലോയിലേക്കുള്ള ഒരു റീടെസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും ഈ ഒരു ആഴ്ചയിൽ. അപ്പോൾ അതിനുശേഷം ഈ ഒരു ട്രെൻഡ് തന്നെ ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും താഴേക്ക് തന്നെ പ്രൈസ് പോകുമെന്ന് പ്രതീക്ഷിക്കാം. അതായത് ഈ രീതിയിൽ താഴേക്ക് തന്നെ പ്രൈസ് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധ്യതകളെ കുറച്ചുകൂടെ ശക്തിപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അതായത് ഓൾറെഡി ഡൗൺ ട്രെൻഡ് ആണ്. അപ്പോൾ നമ്മൾ ഒരു അപ് ട്രെൻഡിലേക്കുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. ആ ട്രെൻഡിനനുസരിച്ച് അല്ലെങ്കിൽ ആ ട്രെൻഡിനെ ഫോളോ ചെയ്തുകൊണ്ട് പോകുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കിവിടെ ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടേക്ക് രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് കൊണ്ടുവരാം. ഞാനിവിടെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് 50യും എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് 20യും ഞാൻ ഇടുന്നുണ്ട്. ഈ മൂവിംഗ് ആവറേജസിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. അതായത് ആ രണ്ട് ലൈൻസ്, ഇപ്പോൾ നമ്മൾ രണ്ട് മൂവിംഗ് ആവറേജസ് ഇട്ടിട്ടുണ്ട്. ആ രണ്ട് മൂവിംഗ് ആവറേജസ് തമ്മിലുള്ള ഗ്യാപ്പ് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമുക്ക് കുറച്ച് പഴയ കാര്യങ്ങൾ നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് മൂവിംഗ് ആവറേജും തമ്മിലുള്ള ഗ്യാപ്പ് കൂടുന്തോറും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ട്രെൻഡിൻ്റെ ശക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡൗൺ ട്രെൻഡാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഈ രണ്ട് മൂവിംഗ് ആവറേജ് ലൈൻസിൻ്റെയും ഗ്യാപ്പ് തമ്മിൽ കുറയും തോറും അവിടെ ഒരു എന്താ പറയുക, ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റിലേക്ക് പ്രൈസ് മാറും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഒരു താഴേക്കൊരു ക്രോസ് ഓവർ സംഭവിച്ചു. അതിനുശേഷം ഈ രണ്ട് മൂവിംഗ് ആവറേജസിൻ്റെയും ഗ്യാപ്പുകൾ നല്ല രീതിയിൽ കൂടി വരുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതോടൊപ്പം തന്നെ പ്രൈസ് നല്ല രീതിയിൽ താഴേക്ക് പോകും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇനിയും പ്രൈസ് താഴേക്ക് തന്നെ പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് നമുക്ക് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് 50യിൽ നിന്നും എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് 20യിൽ നിന്നും കാണാനായിട്ട് പറ്റുന്നത്. ഇനി മറ്റൊരു ഇൻഡിക്കേറ്റർ ഞാൻ അവിടേക്ക് കൊണ്ടുവരുന്നത് ബോളിഞ്ചർ ബാൻഡ് ആണ്. ബോളിഞ്ചർ ബാൻഡ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോളിഞ്ചർ ബാൻഡിൻ്റെ ലോവർ ബാൻഡിൽ ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ലോവർ ബാൻഡിൽ ടച്ച് ചെയ്തുകൊണ്ടാണ് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത്. സാധാരണ ലോവർ ബാൻഡിൽ ടച്ച് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ പ്രൈസ് അവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ട് മുകളിലേക്ക് പോവുകയും ദെൻ അപ്പർ ബാൻഡിൽ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ട് താഴേക്ക് വരികയും ചെയ്യുന്ന ഒരു രീതിയാണ് ബോളിഞ്ചർ ബാൻഡിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ പോലും ഇവിടെ നിങ്ങൾ നോക്കാം. ഇവിടെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും പ്രൈസ് താഴേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ലോവർ ബോളിഞ്ചർ ബാൻഡിൽ ടച്ച് ചെയ്ത് വീണ്ടും പ്രൈസ് നല്ല ശക്തമായിട്ടാണ് താഴേക്ക് വരികയാണ്. അങ്ങനെ ആ ഒരു ട്രെൻഡിനനുസരിച്ച് തന്നെ പ്രൈസ് നല്ല രീതിയിൽ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ബോളിഞ്ചർ ബാൻഡിൻ്റെ ലോവർ ബാൻഡിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് മുകളിലേക്ക് തന്നെ പോകണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് ബോളിഞ്ചർ ബാൻഡ് ഉപയോഗിച്ചുകൊണ്ട് ട്രെൻഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു സെൻറ്റർ ലൈനിൻ്റെ ഡയറക്ഷൻ, ഈ ഒരു സെൻറ്റർ ലൈൻ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ചാർട്ട് റീപ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബോളിഞ്ചർ ബാൻഡിൻ്റെ ലൈൻ താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രൈസും ഇവിടെ ഈ രീതിയിൽ താഴേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് ബോളിഞ്ചർ ബാൻഡിൽ ഒരു ട്രെൻഡ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുക. ബോളിഞ്ചർ ബാൻഡ് സ്ട്രാറ്റജീസ് നമുക്ക് കൂടുതലായിട്ട് ചാനലിൽ ചെയ്യാൻ വരും ദിവസങ്ങളിൽ. നമുക്ക് ബോളിഞ്ചർ ബാൻഡ് വെച്ചുകൊണ്ട് ബോളിഞ്ചർ ബാൻഡ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് പ്രോഫിറ്റബിൾ ആയിട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും ചാനലിൽ ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് ഈ രീതിയിൽ താഴോട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല ഈ ബോളിഞ്ചർ ബാൻഡുകളുടെ ഈ അപ്പർ ബോളിഞ്ചർ ബാൻഡിൻ്റെയും ലോവർ ബോളിഞ്ചർ ബാൻഡും തമ്മിലുള്ള ഗ്യാപ്പ് നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുന്നവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജസിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ബോളിഞ്ചർ ബാൻഡുകളിൽ ആ ഗ്യാപ്പ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും നല്ല ശക്തമായിട്ടുള്ള ഒരു ട്രെൻഡാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ചാർട്ട് റീപ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോളിഞ്ചർ ബാൻഡ് തമ്മിലുള്ള ലോവർ ബോളിഞ്ചർ ബാൻഡും അപ്പർ ബോളിഞ്ചർ ബാൻഡും തമ്മിലുള്ള ആ ഗ്യാപ്പ് നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും.
പറ്റും. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൈസ് മൂവ്മെൻറ്റ്, താഴേക്കുള്ള ഒരു പ്രൈസ് മൂവ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് മുകളിലേക്കും ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ബോളിഞ്ചർ ബാൻഡുകൾ തമ്മിലുള്ള ഗ്യാപ്പ് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു അപ്പ് ട്രെൻഡ് നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ബോളിഞ്ചർ ബാൻഡിൻ്റെ സെൻട്രൽ ലൈൻ മൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ സെൻട്രൽ ലൈൻ ഏത് ഡയറക്ഷനിലേക്കാണോ മൂവ് ചെയ്യുന്നത് അതിനൊപ്പം തന്നെ ബോളിഞ്ചർ ബാൻഡിൻ്റെ ലോവർ ബോളിഞ്ചർ ബാൻഡും അപ്പർ ബോളിഞ്ചർ ബാൻഡും എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും വളരെ ശക്തമായിട്ടുള്ള ഒരു ട്രെൻഡ് സംഭവിക്കുമെന്ന് നമുക്ക്, അല്ലെങ്കിൽ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും പ്രൈസ് ഇനിയും താഴോട്ട് തന്നെ പോകുമെന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി എത്രത്തോളം ഈ ഒരു മാസം പ്രൈസ് താഴേക്ക് പോകുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ ഒരു മാസത്തിൻ്റെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെയ് 31 നമുക്ക് എടുക്കാം. ഇത്രയും സമയമാണ് ഈ ഒരു മാസം അവസാനിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സമയത്തിനുള്ളിൽ പ്രൈസ് ഏകദേശം എവിടം വരെ പോകുമെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ CPR ലെവൽസ് ഇടുന്നുണ്ട്. CPR എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ CPR ലെവൽസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഞാൻ മറ്റുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് എല്ലാം ഞാൻ ഒന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു മെയ് മാസം കഴിയുന്ന ഈ ഒരു ലൈൻ മാത്രം മതി. ഓക്കെ, അപ്പോൾ 31 മെയ് എന്ന് പറയുന്ന ഒരു ലൈനാണ് നമുക്ക് ഇവിടെ ബ്ലൂ കളറിൽ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു CPR ലെവൽസ് നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഈ റെഡ് ലൈൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ സപ്പോർട്ട് ഏരിയാസ് ആണ്, ഗ്രീൻ ലൈൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഏരിയാസ് ആണ്. ഓക്കെ, അതിനിടയിലുള്ള ഈ ബ്ലൂ ലൈൻസ് ഞാനൊന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ബ്ലൂ ലൈൻസിൻ്റെ ആവശ്യം തൽക്കാലം ഇല്ല. ഈ ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CPR മാത്രമല്ല പിവറ്റ് പോയിന്റ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും, പിവറ്റ് ലെവൽസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ മന്ത്ലി പിവറ്റ് മാത്രം ഓണാക്കി ഇടുന്നുണ്ട്. ഈ ബ്ലൂ ലൈനാണ്. അപ്പോൾ ഇതാണ് മന്ത്ലി പിവറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു മന്ത്ലി പിവറ്റിൻ്റെ ഈ ഒരു ബ്ലൂ ലൈനിന് മുകളിലാണ് പ്രൈസ് എങ്കിൽ അതൊരു അപ്പ് ട്രെൻഡ് ആയിരിക്കും, താഴെയാണ് പ്രൈസ് എങ്കിൽ അതൊരു ഡൗൺ ട്രെൻഡ് ആയിരിക്കും. ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ഈ സപ്പോർട്ട് ഏരിയാസ് ആണ് ഈ റെഡ് ലൈൻസിൽ കാണിക്കുന്നത്. അപ്പ് ട്രെൻഡ് ആണെങ്കിൽ റെസിസ്റ്റൻസ് ഏരിയാസ് ആണ് നമുക്ക് ഈ ഒരു ഗ്രീൻ ലൈൻസിൽ കാണിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസത്തെ പ്രൈസ് മൂവ്മെൻറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് റീപ്ലേ ചെയ്ത് നോക്കാം. അതായത് ഇവിടെ മുതലാണ് കഴിഞ്ഞ മാസം സ്റ്റാർട്ട് ചെയ്തിട്ടത്, അതായത് April 1 എന്ന് പറയുന്നത് ഇവിടെ മുതലാണ്. അപ്പോൾ ഇവിടെ മുതൽ എങ്ങനെയാണ് ഈ ഒരു ലെവൽസ് ഏത് രീതിയിലാണ് ഫോം ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇവിടെ ലെവൽസ് ഫോം ആയിട്ടുള്ളത്. അതായത് 39K ആണ് നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ലെവൽസ് കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ ഒരു ഫസ്റ്റ് റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു 50K ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു മാസം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് അതിൻ്റെ ഏകദേശം ഒരു ലെവൽ കിട്ടിയിട്ടുണ്ട്. ആ ഒരു മാസം ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ള ഒരു ലെവൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാസം ഏത് രീതിയിലാണ് പ്രൈസ് പോയിട്ടുള്ളത് നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ പ്രൈസ് ടച്ച് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു മന്ത്ലി പിവറ്റിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴേക്ക് പോയിട്ടുണ്ട്. സോ ഒരു ഡൗൺ ട്രെൻഡ് ആണെന്ന് നമുക്ക് അവിടെ മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് പ്രൈസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത മാസത്തെ പിവറ്റ് ലെവൽ എന്ന് പറയുന്നത്, അതായത് ഈ ഒരു മാസത്തെ മെയ് മാസത്തെ പിവറ്റ് ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു 34K ആണ് ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് വരുന്നത്. ഓക്കെ, മന്ത്ലി പിവറ്റിൻ്റെ താഴെയാണ് പ്രൈസ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡൗൺ ട്രെൻഡ് തന്നെയാണ്. റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഒരു 44K ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു മാസം പ്രതീക്ഷിക്കാവുന്ന ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു 34Kയിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ ഏകദേശം ഒരു 34Kയിൽ ഓൾറെഡി പ്രൈസ് എത്തിയത് കൊണ്ട് തന്നെ നമുക്ക് തൊട്ടടുത്തുള്ള ഈ ഒരു ലെവലും കൂടി എടുക്കാം. അതായത് 30K എന്ന് പറയുന്ന ഈ ഒരു ഏരിയയും കൂടി എടുക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 30K എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് 30Kയിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഈ ഒരു ലെവൽസ് വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ബിറ്റ് കോയിനിൽ ഈ മാസം പ്രതീക്ഷിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇനി ഈ ഒരാഴ്ച തന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു റീടെസ്റ്റ് നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു റീടെസ്റ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം പ്രൈസ് നമുക്കറിയാം കൃത്യമായിട്ട് ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. ഇനി തൊട്ട് മുൻപുള്ള ലോവർ ലോയിലേക്ക് ഒരു റീടെസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനുശേഷമായിരിക്കും പ്രൈസ് താഴേക്ക് ഒരു 34K എന്ന് പറയുന്ന പ്രൈസിലേക്കോ അല്ലെങ്കിൽ 30K എന്ന് പറയുന്ന പ്രൈസിലേക്കോ പ്രൈസ് ഇറങ്ങി വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു 34K തന്നെയാണ്. 34Kയിൽ നമുക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഏരിയ ആണ്. നമ്മൾ CPR ലെവൽസ് വെച്ച് നോക്കുമ്പോൾ ആയാൽ പോലും നമുക്ക് ആ ഒരു ഏരിയ നല്ല രീതിയിൽ ഈ ഒരു മന്ത്ലി സപ്പോർട്ടായിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ട്രെൻഡിനെ ഫോളോ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ആ ട്രെൻഡിനെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ സാധ്യതകളെ ശക്തിപ്പെടുത്താനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ 3 ഇൻഡിക്കേറ്റേഴ്സും കൂടെ നമ്മളിതിൽ നോക്കിയിട്ടുണ്ട്. CPR ലെവൽസ് നോക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ബോളിഞ്ചർ ബാൻഡ് നോക്കിയിട്ടുണ്ട്, എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം കൂടി നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഡൗൺ ട്രെൻഡ് തന്നെയാണ് നമുക്ക് ഈ ഒരു മാസം പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. ചെറിയ രീതിയിലുള്ള റീടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ചെറിയ രീതിയിലുള്ള ചെറിയ അപ്പ് മൂവ്മെൻറ്റ്സ് ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നടത്താം, നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളും നടത്താം. അതിനുശേഷം മാത്രം ഒരു ട്രേഡ് ചെയ്യണോ വേണ്ടയോ അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലാണ് ട്രേഡ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം. കാരണം കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിന് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നിങ്ങളുടെ ലൈക്കുകളായിരിക്കും. അടുത്തൊരു വീഡിയോ കാണാം.